ഹലോ, വെൽക്കം ടു പ്രിയരസ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ മഞ്ചേരിയിൽ പോവാണ്. എന്തിനാ പോകുന്നത് കുഞ്ഞാറ്റാ? ഒരു പ്രോഗ്രാമിന് പോവാണ് അല്ലേ. ഹാപ്പ് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്ന കിഡ്സിന്റെ ഡ്രസ്സിന്റെ ഒരു ഷോറൂമിന്റെ ഇനാഗ്രേഷൻ ഉണ്ട്. അപ്പൊ നമ്മളെ കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മളാണ് ഗസ്റ്റ്. ഓഹോ, അതെയോ? വേറെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തി കാണാം. 11 മണിക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. നമ്മൾ കറക്റ്റ് 11 മണിക്ക് തന്നെ അവിടെ എത്തി. നമ്മളവർ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. കുഞ്ഞാവയൊക്കെ സെറ്റ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചേരിയിലെ ഹാപ്പ് ആൻഡ് ഹോപ്പിൻ്റെ ഷോറൂം. നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ടൈം ആയപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നു. അദ്ദേഹമാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞാറ്റയുടെ അടുത്ത് പേരൊക്കെ ചോദിക്കുമായിരുന്നു. നമ്മൾ ഫോണിലൂടെയുള്ള ഒരു കോണ്ടാക്റ്റാണ്. നേരിട്ട് നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പതുക്കെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ എല്ലാവർക്കും ഉള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ സ്വീറ്റ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാപ്പ് ആൻഡ് ഹോപ്പിൻ്റെ ഷോറൂം. പുതിയൊരു ബിൽഡിങ്ങിൽ ഈ ഒരു ഷോപ്പാണ് ആദ്യമായിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്പേസിൽ വെച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ചേരി MLA UA ലത്തീഫ് സാറാണ് ഇനാഗ്രേഷൻ സ്പെഷ്യൽ ഗസ്റ്റ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളും, ഫിദ സഫ്വാൻ, പിന്നെ ഫിൻഷ ഷഹീർ എന്നിങ്ങനെ 3 പേരാണ് സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റുകൾ. അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭയിൽ നിന്നും ചെയർപേഴ്സണും ബാക്കി മെമ്പേഴ്സും ഒക്കെ ഗസ്റ്റുകളായിരുന്നു. ഇത് നമുക്കൊക്കെയുള്ള മൊമെൻറ്റോസാണ്. പിന്നെ ഇവർ 2 പേരാണ് ഹാപ്പ് ആൻഡ് ഹോപ്പിൻ്റെ ഫൗണ്ടേഴ്സ് കേട്ടോ. ഇതിപ്പോൾ 10ാമത്തെ ഷോറൂമാണ് ഇവിടെ മഞ്ചേരിയിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഹാപ്പ് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്നത് ഇവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് 10ാമത് എത്തിയിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 10 അല്ല 20, 30 ഒരുപാട് ഷോറൂമുകൾ ഹാപ്പ് ആൻഡ് ഹോപ്പിന് കേരളത്തിലും ഇന്ത്യയിൽ ഉടനീളം തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും ഫാമിലി അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് പേരാണ് ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഒരു ഇനാഗുറൽ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവർക്കും അവരുടെ ഒരു ചെറിയ സ്നേഹ സമ്മാനം, ഒരു മൊമെൻറ്റോ കൈമാറിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മൾക്കും ഇപ്പോൾ ഫിൻഷ ഷഹീർ വാങ്ങി, അതുപോലെ തന്നെ ഫിദ സഫ്വാനും വാങ്ങി, പിന്നെ നമ്മളും വാങ്ങി. കുഞ്ഞാറ്റ വേദിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ സമ്മാനം വാങ്ങിക്കുന്ന സമയത്ത് അവളെ സ്റ്റേജിലേക്ക് വിളിച്ചു കേട്ടോ. അപ്പോൾ അവൾ MLA സാറിൻ്റെ അടുത്തും അതുപോലെ തന്നെ മാഡത്തിൻ്റെ അടുത്തൊക്കെ ഹായ് പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മൊമെൻറ്റോ കുഞ്ഞാറ്റക്കുട്ടി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അവളെ തന്നെ നമ്മൾ വേദിയിലേക്ക് വിളിച്ചു. പിന്നെ ഇനാഗുറേഷൻ ടൈമായിരുന്നു. MLA UA ലത്തീഫ് സാറ് ഇനാഗുറേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പ് ആൻഡ് ഹോപ്പിൻ്റെ 10ാമത്തെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കടന്നു. ഇവിടെ ഹ്യൂജ് കളക്ഷൻസ് ആണ് കിഡ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതും എല്ലാം യുണീക്ക് കളക്ഷൻസ് ആണ്. ഞങ്ങൾ ഹാപ്പ് ആൻഡ് ഹോപ്പിൻ്റെ എടപ്പാളുള്ള ഷോപ്പിൽ പോകാറുണ്ട് കുഞ്ഞാറ്റയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാറ്റയ്ക്കും ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ ഞാനും കക്കും ഭയങ്കര തർക്കമാണ്. എനിക്കിഷ്ടാവുന്നത് കക്കുന് ഇഷ്ടാവില്ല, കക്കുന് ഇഷ്ടാവുന്നത് എനിക്കിഷ്ടാവില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കുട്ടികൾ ഭയങ്കര യുണീക്കായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് വെയർ ചെയ്യണം എന്നാണ് താല്പര്യം. അപ്പോൾ അങ്ങനത്തെ ഷോപ്പുകൾ കുറവായിരിക്കും, നല്ല യുണീക്ക് ഔട്ട്ഫിറ്റ്സ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന്. പക്ഷേ ഹാപ്പ് ആൻഡ് ഹോപ്പ് അങ്ങനെ ഒരു ഷോപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് മേടിക്കാണ്ട് പോകാൻ പറ്റില്ല. കാരണം എല്ലാം അത്ര ഭംഗിയുള്ളതാണ്. പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ആണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലായിടത്തും കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പോൾ 1000 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം എല്ലായിടത്തും കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നല്ല പ്രൈസാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു 1000, 1200 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യുണീക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഔട്ട്ഫിറ്റ്സ് നമുക്ക് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു എന്താ പറയുക കച്ചവടം ഉണ്ടല്ലോ, അത് നടന്നു. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്നാമത് പെരുന്നാളിൻ്റെ സീസണും കൂടെ ആണല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ വ്ളോഗിൻ്റെ ക്യാമറാമാൻ. അപ്പോൾ അവൻ കുഞ്ഞാറ്റനായിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു. ഇനി ഇത് കുഞ്ഞു മാവകളുടെ പാർട്ടി വെയർ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് എല്ലാ ഉടുപ്പുകളും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ കുഞ്ഞുമാവയ്ക്ക് ഇവിടുന്നൊരു ഔട്ട്ഫിറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവളെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ്സൊക്കെ ഒന്ന് വെയർ ചെയ്യിപ്പിച്ചിട്ട്
അവളെ നമ്മൾ നടത്തിയിട്ടൊക്കെ അവളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടത്തിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ അവിടെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് അവൾക്ക് നടക്കാൻ ഭയങ്കര കുറുമ്പായിരുന്നു. അപ്പോൾ അവൾ നിലത്ത് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇരുത്തിയിട്ട് നമുക്ക് കുറച്ച് ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞുവാവയ്ക്കാണെങ്കിൽ നമ്മൾ ഔട്ട്ഫിറ്റ്സ് എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അവൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടുകൊണ്ടിരിക്കണം. അല്ലാതെ അവൾക്ക് നമ്മളിങ്ങനെ ഔട്ട്ഫിറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ അവളുടെ ഒരു 2-3 ഔട്ട്ഫിറ്റ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കുറേ കുട്ടികൾക്കുള്ള ചെരുപ്പുകളും ഷൂകളും പിന്നെ വേറെ കുറേ ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിൻഷേഡൊക്കെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ വന്നിട്ടുള്ള ആൾക്കാരും നമ്മളെ കൂടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേഴ്സണലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇത് നമ്മുടെ ഫിദ സഫാൻ്റെ മോളാണ് കേട്ടോ. കുഞ്ഞാറ്റയും കുട്ടിയും ഒരേ പ്രായമാണ്. രണ്ടുപേരും UKG-ക്കാരാണ്, 5 വയസ്സാണ്. പിന്നെ കുഞ്ഞാറ്റയും ഇതേപോലെ കുറച്ച് ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ട് വീഡിയോസ് എടുത്തു. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ എത്ര ഡ്രസ്സ് നമ്മളൊരു 100 ഡ്രസ്സ് ഇട്ട് കൊടുത്താലും അവൾക്ക് സന്തോഷമേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്നതും ഒക്കെ. അപ്പം എത്ര ടേക്ക് എടുക്കാനും കുഞ്ഞാറ്റ റെഡിയാണ്. അപ്പോൾ പാവം കുട്ടീനെ കൊണ്ട് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവളിട്ടിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. കുറച്ച് വെയിലായിട്ട് അന്ന് മഴയില്ലല്ലേ? ഉഷാറായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. അതെ, നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു ഷോപ്പിംഗ്. അല്ലെങ്കിൽ ഞാൻ വെറുതെ പൈസ കളയുന്ന ആളല്ല ഗൈസ്. നല്ല കളക്ഷൻ കാരണം രണ്ടുപേർക്ക് ഓരോ ചെറിയ. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വേറെ വീഡിയോ കാണാം. ബൈ ബൈ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഷവായ റൈസാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 2 ക്യാമറാമാൻമാരാണ് ഇരിക്കുന്നത്. കുഞ്ഞുമാവ ഇവിടെ ഫുഡ് കഴിക്കാൻ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ബൈ.